സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് രേണുസുതി കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നിപ്പം 3 പ്രമുഖ യൂട്യൂബേഴ്സിനെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. വിവി, പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ മൈൻഡ് മനു, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ഡാനി സത്യൻ അല്ല, പുള്ളിക്കാരത്തി ഡാനി സത്യൻ എന്നാണ് പറയുന്നത്. മറ്റേ ആളുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ 3 പേരാണ് ഈ രേണുസുതിയെക്കുറിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിയെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി ദുബായി പോയെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയുന്നുണ്ടെന്നുള്ളത് ഇപ്പം ഒരു വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. അതുതന്നെയല്ല പുള്ളിക്കാരത്തി പറയുന്നത്, ഞാൻ ആരുടെയും വീഡിയോ ശ്രദ്ധിക്കാറില്ല, ഞാൻ കമൻറ്റ് ശ്രദ്ധിക്കാറില്ല, ആരെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാനതൊന്നും കാണാറേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരത്തിയെക്കുറിച്ചുള്ള വീഡിയോകൾ പുള്ളിക്കാരത്തി കറക്റ്റായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ദുബായി പോയിട്ടും പുള്ളിക്കാരത്തി ഓരോരുത്തരുടെയും വീഡിയോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതെല്ലാം പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ 2-ാം തീയതി വരെ, ഏപ്രിൽ 2-ാം തീയതി വരെയും പുള്ളിക്കാരത്തിക്ക് പ്രോഗ്രാം ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തിരക്കുണ്ടെങ്കിലും പുള്ളിക്കാരത്തി എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ശരിക്കും അനലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർ 3 പേരും കാറിൽ വെച്ച് വീഡിയോ എടുത്തു. ആ വീഡിയോനെ പരാമർശിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ രേണുസുതി പറയുകയും ചെയ്യുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേണുസുതി എന്തൊക്കെയാണ് അവരെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് വരാം. അല്ല, 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്നത് കണ്ടല്ലോ, എന്നെ പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടിയിൽ വരുന്ന കമന്റിനെയൊക്കെ വായിച്ചിരുന്നു. എടാ, നാണമില്ലടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ കണ്ടില്ല, എനിക്കറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ, നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യടാ, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദേ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. ഇനിയും ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുവടാ, നിനക്ക് ഇതൊക്കെ എന്നാ എന്നും ചോദിച്ചോണ്ട് ചേച്ചി ഇട്, ചേച്ചി ഇടാൻ വേണ്ടിയിട്ടാണല്ലോ ചേച്ചി തുടങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് ചെണ്ട കൊട്ടി ചേച്ചി വിളംബരം ചെയ്യുകയും ചെയ്തു. പിന്നെ പുള്ളിക്കാരത്തി സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായിൽ പോകുന്നു എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച മീഡിയക്കാരുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ ചേച്ചി പഠിപ്പിച്ച് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യനുകളാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഹോട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 100% പുള്ളിക്കാരത്തി അതൊക്കെയാണ് തന്നെ ചെയ്യുന്നത്. ഇപ്പം തന്നെ അവരെക്കുറിച്ച് പറയുമ്പം തന്നെ ആ ഡ്രസ്സിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം ചേച്ചി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കുന്നുണ്ട്. അപ്പോൾ ആ കഴുത്ത് അനക്കി അനക്കി തന്നെയാണ് ചേച്ചി ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, കാറിൻ്റെ അകത്ത് വെച്ച് പിന്നെ കാറിൻ്റെ ആ സീറ്റ് ബെൽറ്റൊക്കെ മാറ്റി പുള്ളിക്കാരത്തി ആ കഴുത്തൊക്കെ ഒന്ന് കാണിച്ച്, ഇറങ്ങിയ കഴുത്തൊക്കെ കാണിച്ച് പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ലെവൽ പുള്ളിക്കാരത്തിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെ ഇനിയും തുടങ്ങിയാൽ എന്താണ്, ഇനി ഇത് ഇച്ചിരിയും കൂടെ വൈറലാക്കിയാൽ എന്താണെന്നും പറഞ്ഞാണ് ചേച്ചി രംഗത്ത് വന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ആളുകൾ പല വീഡിയോകളും ചെയ്തു. അതുപോലെ തന്നെ വിവിയും അതുപോലെ ഈ മാസ്റ്റർ മൈൻഡ് മനുവും വിച്ചുവൊക്കെ കൂടെ ചെയ്തിരിക്കുന്ന വീഡിയോയാണ് ഇത്. പുള്ളിക്കാരത്തിയുടെ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പം പ്രമുഖ ചാനലുകാരായതുകൊണ്ട് പുള്ളിക്കാരത്തി പെട്ടെന്നത് ഒന്ന് വാച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് ഞാൻ ഇനിയും ചെയ്യുമെടാ, ഇനിയും ചെയ്യുമെന്ന്, ചേച്ചി എന്തായാലും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. 49 രൂപയോ 45 രൂപയോ തുടങ്ങിയത് ഇപ്പം 299 രൂപയിൽ ആക്കിയിട്ടുണ്ട് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടി. അപ്പം ഈ ഇത്രയും ദിവസം കൊണ്ട് തന്നെ 2 ലക്ഷം രൂപയോളം പുള്ളിക്കാരത്തി സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആളുകൾ കാണാനുണ്ട് ചേച്ചിയുടെ എന്താ പറയുന്നത്, വടയും അതുപോലെ തന്നെ തൊടയും എല്ലാം കാണാൻ ആളുകളുണ്ട് എന്ന് ചേച്ചിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചേച്ചി അതുകൊണ്ട് എത്ര എമൗണ്ട് കൂട്ടി വെച്ചാലും ഞരമ്പന്മാരായിട്ടുള്ള ആളുകൾ ഒരുപാട് വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ചേച്ചി അത് മുതലാക്കിയിട്ടുണ്ട്. 299 രൂപയായി. ഇനി അത് ചിലപ്പം 400 500 ഒക്കെ രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഉള്ള ഒരു നീക്കമാണ് അത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ഓരോന്ന് പറയുന്നു, ഫോട്ടോ ഇട്ട കാര്യങ്ങൾ, അതൊക്കെയാണ് അവർക്കും അവരുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ശരിക്കും കണ്ടില്ല. അവരെന്തായാലും രേണുസുതിയെക്കുറിച്ച് ഇപ്പം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത സമയത്ത് വീഡിയോ ചെയ്തിരിക്കുന്നെങ്കിൽ ആ വീഡിയോ എന്തായാലും ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയും ദുബായിലെ പോക്കും കാര്യങ്ങളെക്കുറിച്ചും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ചേച്ചി അടുത്തൊരു കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. അത് ഒരാളുടെ കൈ മാത്രം എന്താ പറയുന്നത് തോളത്ത് രേണുവിൻ്റെ തോളത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. കണ്ടന്റ് ക്യൂനാണ്. അപ്പം ചേച്ചി കണ്ടന്റ് ദുബായി പോയാലും എന്താ പറയുന്നത് ഇവിടെയാണ് പുള്ളിക്കാരത്തിയുടെ കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോ ആളുകൾക്ക് കണ്ടന്റ് ക്ഷാമം വരുത്താതെ ചേച്ചി കാരണമാണല്ലോ അവരൊക്കെ അരി മേടിക്കുന്നതെന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു ഭയങ്കര മനസ്സാക്ഷിയും ഒക്കെ ഉള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. എന്തായാലും അതിനുവേണ്ടി ചേച്ചി കണ്ടന്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ അല്ലെങ്കിൽ ആളുടെ ഫേസ് കാണിക്കൂ, അതാരാണെന്ന് ഒന്ന് പറയൂ. ഇനിയിപ്പോൾ ഇത് ആരാണെന്ന് ആർക്കറിയാം. ഇനിയും ആദ്യമേ പറഞ്ഞത് എന്താ കാമുകനുണ്ട്, പിന്നീട് പറഞ്ഞു ഞാൻ തട്ടമിട്ട് കാണും, മുസ്ലിം യുവാവുമായിട്ട് താല്പര്യമാണ്, ഇഷ്ടമാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരുന്നത്. ചേച്ചിയെ ഓരോ വിഷയം എടുത്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഒരാളുടെ കൈ ചേച്ചിയുടെ ദേഹത്തേക്ക് വെച്ചിരിക്കുന്നതായിട്ട് തോളെ വെച്ചേക്കുന്നതായിട്ട് കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അതാരാണ്, എന്താണ്, രേണുസുതി ദുബായിൽ കാമുകനുമൊത്ത് ഉല്ലസിച്ച് റെസ്റ്റോറൻറ്റിലോ ഒക്കെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കാരത്തിക്ക് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും റീച്ച് ആകണം. എന്താ പറയുന്നത് പുള്ളിക്കാരത്തിക്ക് നെഗറ്റീവ് കാണിച്ചാലും പുള്ളിക്കാരത്തിയുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവിൽ കൂടെ മാത്രം റീച്ചായ വ്യക്തിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എന്തോരം നാണം കെട്ട് എന്ത് രീതിയിൽ കാണിച്ചാലും കുഴപ്പമില്ല, അവർക്ക് റീച്ച് കിട്ടണം എന്ന് മാത്രം ഒറ്റയൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ആരുടെയോ ഒരു കയ്യും തോളത്ത് കൊണ്ടുവന്ന് വെച്ച് പുള്ളിക്കാരത്തി വീഡിയോ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതാരാണ്, രേണുസുതി ദുബായിൽ പോയിട്ട് കാമുകനുമൊത്ത് സല്ലപിക്കുകയാണ്, തോളത്ത് കൈയൊക്കെ വെച്ച് ഉള്ള ചൂടൻ രംഗങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിവാദമാകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ഇട്ട് തരുന്ന വിഷയമാണ്. പുള്ളിക്കാരത്തിക്ക് ഇനാഗ്രേഷനാണ്, അവിടെ ഭയങ്കര ബിസിയാണ്, തിരക്കാണതാ മറ്റേതാ മറിച്ചതാന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നെങ്കിലും പുള്ളിക്കാരത്തി ഇതുപോലുള്ള കോപ്രായങ്ങൾ എവിടെ ചെന്നാലും കാണിക്കുക തന്നെ ചെയ്യും. കാരണം പുള്ളിക്കാരത്തിക്ക് റീച്ച് എന്നൊരു വിഷയം മാത്രമേ പുള്ളിക്കാരത്തിക്ക് വേണ്ടതുള്ളൂ. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി എന്ത് പേക്കൂത്തോ മുതുകൂത്തോ കോപ്രായങ്ങളോ എന്ത് വേണേലും അലവലാതിത്തരങ്ങൾ കാണിക്കാൻ യാതൊരു സംശയമില്ല. കാരണം നിയന്ത്രിക്കാൻ ആളില്ലല്ലോ. അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് മതി. പിന്നെ പുള്ളിക്കാരത്തി എന്ത് കാണിച്ചാലും അവർക്ക് തമാശയാണ്. നിക്കർ വിധവ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും അവരുടെ അച്ഛനും അമ്മയും അത് ചിരിച്ചാണ്, അതിനെ ആസ്വദിച്ചാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം തമാശയാണ്. പിന്നെ കിച്ചു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവൻ്റെ വാ മൂടി കെട്ടിവെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളൊരു കുഞ്ഞു പയ്യനാണ്, അതിനുള്ള തിരിച്ചറിവും ബോധവും ഒന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് അതും പ്രതികരിക്കാൻ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം. അപ്പം ദുബായിൽ ചെന്നിട്ട് പുള്ളിക്കാരത്തിനെ നെഗറ്റീവ് പറയുന്നവരെ വിമർശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പുള്ളിക്കാരത്തി ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഈ തോളെ കൈ വെച്ച് ഏതോ ഒരു എണ്ണം വന്ന് അടുത്തിരുന്ന് ഇങ്ങനത്തെ ഒരു അലവലാതിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് വീഡിയോയെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ആരാണ്, എന്താണ്, ഇപ്പോൾ ഏത് കാമുകനാണ്, ഇനി എന്നാ തട്ടമിട്ടാണോ, ഇനി അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലാണോ, മുസ്ലിമാണോ ക്രിസ്ത്യനാണോ യുവാവു ആണോ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ഇനി ചർച്ച വരുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അടുത്തിരിക്കുന്ന ആൾ കാണിക്കുന്നതിന് എന്താണ് കുഴപ്പം? അപ്പോൾ അത്രയും അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഇത് ഇപ്പം കാമുകനായിരിക്കും ഉള്ള രീതിയിലേക്ക് വരും എന്നൊരു വിഷയം ഇടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് പുള്ളിക്കാരത്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പം പുള്ളിക്കാരത്തിക്ക് ദുബായിൽ ചെന്ന് എന്ത് വലിയ പരിപാടി കാണിച്ചാലും പുള്ളിക്കാരത്തിക്ക് സോഷ്യൽ മീഡിയ വിട്ട് കളിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു 100 വിഷയങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ടാണ് പുള്ളിക്കാരത്തി ആ എയർപോർട്ടിൽ വന്നപ്പം മീഡിയക്കാരെ വിളിച്ചു വരുത്തി കുറേ ചോദ്യങ്ങൾ അവരെ കൊണ്ട് ചോദിപ്പിച്ച് അതിന് കുറേ ആൻസറും പറഞ്ഞ് അങ്ങനെ കുറേ കണ്ടൻറ്റുകൾ ഇട്ട് തന്നിട്ടാണ് പുള്ളിക്കാരത്തി പോയേക്കുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കുന്നതും പുള്ളിക്കാരത്തി ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടൻറ്റ് പുള്ളിക്കാരത്തിക്ക് ഇടാൻ വരുന്ന ദിവസം വരെയുള്ള 10-13 ദിവസത്തെ ഒരു പ്രോഗ്രാമിനായിട്ടാണ് പോയേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏപ്രിൽ 2-ാം തീയതി തിരിച്ചു വരുവുള്ളെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അതുവരെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇട്ട് കൊടുത്തേ ഇരിക്കണം. അതിനെക്കുറിച്ച് ആളുകൾ വീഡിയോ ചെയ്യണം, ചർച്ച ചെയ്യണം. അപ്പം സോഷ്യൽ മീഡിയയിൽ എന്നും പുള്ളിക്കാരത്തി തന്നെ ആയിരിക്കണം മെയിൻ സബ്ജക്റ്റ് എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ പേക്കൂത്തുകളാണ്. ഇവർക്കൊരു നാണവുമില്ല, മാനവുമില്ല. എന്നിട്ട് വന്നിട്ട് ചോദിക്കും നാണമുണ്ടോടാ, നാണമുണ്ടോ നിനക്കൊക്കെ
നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ എന്ന്. ഈ പറയുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആദ്യം തിരിച്ച് ചോദിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് നാണവുമില്ല, മാനവുമില്ല, ഒരു കോപ്പുമില്ല, കുടച്ചക്രവും ഇല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അതുപോലത്തെ തരം പ്രവൃത്തികളാണ് നിങ്ങൾ ഓരോ ദിവസം തോറും ചെയ്യുംതോറും ഓരോ ദിവസം ചെല്ലുംതോറും നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പം നിയന്ത്രിക്കാൻ ആളുമില്ല, ഒന്നുമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഇവരെ വിമർശിച്ചാലോ അവരോട് വന്നിട്ട് "എടാ തെണ്ടി, നിനക്ക് നാണമില്ലേടാ" എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. എല്ലാ ആളുകളുടെയും നെഗറ്റീവായിട്ട് പുള്ളിക്കാരത്തിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഇതെല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തി പ്രത്യേകം വാച്ച് ചെയ്യുകയുമുണ്ട്. അതിനെതിരായിട്ട് പുള്ളിക്കാരത്തി റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.